അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വ അൻത തജാലുൽ ഹസന ഇദാ ശിഅത സഹ്ല. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ സുബ്ഹാനല്ലാഹി ബുക്റത വഅസീല. അമ്മാ ബഅദ് റബ്ബി സിദ്നി ഇൽമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മൈ ബിലോവഡ് സിസ്റ്റേഴ്സ്. അപ്പം നമ്മളിന്ന് വി ആർ ടോക്കിംഗ് അബൌട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് അല്ലേ, എന്നൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. പ്രത്യേകിച്ച് എസ്പെഷ്യലി ഹജ്ജ് ദിവസങ്ങളിൽ നമുക്ക് പ്രതിഫലം ഏറ്റവും കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഒരു വിഷയം കൂടിയാണ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സലാം പറയണമെന്നില്ല കേട്ടോ. അപ്പം വല ദിക്റുല്ലാഹി അക്ബർ അല്ലേ, അള്ളാഹുവിൻ്റെ ദിക്റ് തന്നെയാണ് ഏറ്റവും വലിയത്. പരലോക നന്മ തിന്മകൾ തുലാസിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ, നന്മ തിന്മകളുടെ തുലാസിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും ദിക്ർ ഇത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോവും അല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ അള്ളാഹ് ഹുബ്, അതായത് എബൌട്ട് ഈ അള്ളാഹിൻ്റെ ഹുബിനെ കുറിച്ചിട്ടുള്ള ഒരു ബുക്ക്, ഞാനൊരു വിഷയം തിരഞ്ഞെടുത്തൊന്ന് എഴുതാനിരുന്നപ്പോൾ ഞാൻ വിചാരിച്ച ഒരു 5-8 കിട്ടിയിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഒരു പേജ് ഒരു ബുക്കാക്കണമെങ്കിൽ ഒരു മിനിമം 50 പേജ് എന്നെങ്കിലും വേണ്ടേ. ഇതിപ്പോൾ 50 പേജൊക്കെ ഉണ്ടാവും. എനിക്ക് ആകെ അറിയുന്നൊരു 5-10 അത്രയേ ഉള്ളൂ. പക്ഷെ അത് എഴുതി നോക്കുമ്പോഴാണ് മനസ്സിലായത് ദാറ്റ് ഈസ് എ ബിഗ് ഓഷ്യൻ, വലിയൊരു സമുദ്രമാണ്. അതിന് മാത്രം കാര്യങ്ങൾ അള്ളാഹു ഹദീസിലും ഖുർആനിലും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളൊക്കെ എവിടെ ആയിരുന്നില്ലേ, നമ്മൾ ഗഫ്ലത്തിലായിരുന്നു. നമ്മളാരും ഇത് ശ്രദ്ധിച്ചിട്ടുമില്ല, കേട്ടിട്ടില്ല. മാത്രമല്ല ഇതിപ്പോൾ 30 ജുസുള്ള ഖുർആനിൽ 30 എത്ര ഓരോന്നും 10 പേജ് 20 പേജ് വീതം കൂട്ടിയാൽ 600 പേജിലധികം ഉണ്ടല്ലേ. അപ്പം അതിലൊക്കെ ഓരോ മൂലയിൽ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് കിട്ടണം, എന്നെങ്കിൽ നമുക്കത് മനസ്സിലാവും. അപ്പം അതുമാത്രമല്ല ഹദീസുകളിൽ അള്ളാഹിൻ്റെ ഇഷ്ടം പറഞ്ഞതും കുറേ ഉണ്ട്. അപ്പോൾ അത് എഴുതി നോക്കുമ്പോൾ ഞാൻ തന്നെ മിറാക്കിളായിപ്പോയി. 120 സംതിങ് പേജസ് ഇപ്പോഴുണ്ട്. പക്ഷേ ഇനിയും വേണമെങ്കിൽ കൂട്ടാം. പക്ഷേ ഞാൻ കൂട്ടായിട്ടാണ്, ഇനിയും ഇഷ്ടങ്ങൾ കൂട്ടി വരുമ്പോൾ ആളുകൾക്ക് അതൊരു വായിച്ച് മനസ്സിലാവാത്ത കോലത്തിലേക്കാവും. അപ്പം അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് നിർത്തി. അപ്പം ക്യാൻ യു സേ എനി 10 ടൈപ്പ്, ഏതെങ്കിലും ഒരു 10 എണ്ണത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഊഹിച്ചാൽ കിട്ടുമോ? 10 ഇഷ്ടങ്ങൾ ഇപ്പം നമുക്ക് പറയാൻ പറ്റൂല അല്ലേ, നമ്മൾ ആ ബുക്ക് എടുത്ത് റെഫർ ചെയ്യുകയൊക്കെ വേണം. പക്ഷേ ഇതിൽ റെഫറൻസ് അടക്കം വരുന്നതുകൊണ്ട് നമുക്കത് അങ്ങ് വിശ്വസിക്കാം. ഇത് ഇന്ന വിഷയത്തിൽ ഇന്ന പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ അതുകൊണ്ട് ഇത് അള്ളാഹിൻ്റെ ഇഷ്ടമാണല്ലോ എന്നുള്ളത്. ഇൻഷാ അല്ലാ. അപ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം ഞാൻ മേലെ പറഞ്ഞ പോലെ വല ദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിൻ്റെ ദിക്ർ തന്നെയാണ് ഏറ്റവും വലുത് അല്ലേ. ഇറ്റ് ഈസ് ഫുഡ് ഫോർ ദ ഹേർട്ട്. ഇത് നമ്മളെ ഹൃദയത്തിൻ്റെ ഭക്ഷണമാണ്. അതായത് ഹൃദയത്തിന്, നമ്മളെ ബോഡിക്ക് നമ്മൾ ഫുഡ് കൊടുത്തുകൊണ്ടേയിരിക്കും അല്ലേ, ഹൃദയത്തിന് ഫുഡ് കൊടുക്കലുണ്ട്. അപ്പോൾ ഹൃദയത്തിൻ്റെ ഭക്ഷണം എന്താണ്? പിന്നെ ദിക്റാണ് അല്ലേ. ഇറ്റ് ഈസ് മെഡിസിൻ ഓഫ് ദ ഹാർട്ട്, ഹാർട്ടിനുള്ള മെഡിസിനാണ്. അതായത് നമുക്ക് വല്ല വിഷമോ പ്രയാസങ്ങളോ നമ്മളെ മനസ്സിൽ വേറെ ആരെങ്കിലും കുറിച്ച് നമ്മൾ ആരെങ്കിലും ഹേർട്ട് ചെയ്യുന്ന, ബുദ്ധിമുട്ടിക്കുന്ന, വിഷമിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ പറയേ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഉപകാരം ചെയ്ത ഒരാൾ നമ്മൾ തള്ളിപ്പറയൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് എത്ര മുത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഹൃദയം ഇങ്ങനെ വേദനിച്ചു കൊണ്ടേയിരിക്കും. എന്നാലും ഉള്ളത് പറഞ്ഞില്ലേ, ഞാൻ എന്തൊക്കെ ചെയ്തിരിക്കണം, പക്ഷെ ചെയ്തതൊന്നും പറയാൻ തീരെ പാടില്ല, അതുകൊണ്ട് അത് മറച്ച് വെക്കുക. പക്ഷെ എന്നാലും ഇബിലിസ് ഇങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കും അതൊക്കെ ചെയ്തില്ല, എന്നിട്ടും ഇങ്ങനെ ആ ഒരു വിഷമം ഉണ്ടല്ലോ. അപ്പോൾ അതിനുള്ള മെഡിസിനും കൂടെ എന്താണ്? ദിക്റാണ് അല്ലേ. ഇറ്റ് ഈസ് പ്രൊട്ടക്ട് അസ് ഫ്രം ദ എനി ടൈപ്പ് ഓഫ് ഡിഫിക്കൽട്ടീസ്, എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ ദിക്ർ കരകയറ്റില്ലേ. അത് നമ്മൾ മനസ്സിലാക്കാം അല്ലേ. അതായത് ഒരു ദിക്റുണ്ട് എന്താ ഹദീസിൽ, അതായത് ഇതുകൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ 10-32 ഒരു ക്വാളിറ്റീസ് പറയുന്ന ഒരു ദിക്റുണ്ട് അല്ലേ. അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ലേ. ഇത് എന്തൊക്കെ ഗുണങ്ങളാണ് അതിൽ പറയുന്നതോ, ഒരുപാട്. ആ ദിക്റിൻ്റെ പേര് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇതിപ്പോൾ മൊത്തത്തിൽ ഫുൾ കാറ്റഗറി ദിക്റിനെ കുറിച്ചിട്ട് പറയുകയാണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ ഓർമ്മ, സ്മരണ അല്ലേ. നിസ്കാരത്തിനൊക്കെ ദിക്ർ എന്ന് പറയും.
അപ്പം ദിക്ർ കാരണം നമുക്ക് ഒരുപാട് ഐഹിക ഗുണങ്ങൾ, ഐഹിക പാരത്രിക ഗുണങ്ങളുണ്ട്. എന്തെല്ലാന്ന് വെച്ചാൽ സ്വർഗം ലഭിക്കുന്നു അല്ലേ? ദിക്ർ പതിവാക്കുന്നവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് വരെ ലഭിക്കാം അവരുടെ ഈ ദിക്ർ കൊണ്ട് അല്ലേ. പിന്നെ ചിരിച്ചുകൊണ്ട് സ്വർഗത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്നവനാണെങ്കിൽ അവൻ ചിരിച്ചുകൊണ്ട് പ്രവേശിക്കുന്നു. പിന്നെ ആരെങ്കിലും അള്ളാഹുവിൻ്റെ ഇഷ്ടം സാരസ്ഥമാക്കാൻ ആഗ്രഹിച്ചാൽ, അതായത് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ പറയുന്നു, അള്ളാഹുവിനോടുള്ള സ്മരണ അവൻ ശീലമാക്കിക്കൊള്ളട്ടെ, അതുപോലെ അള്ളാഹുവിനെ ഇങ്ങനെ ഓർത്തോട്ടെ എന്ന് അല്ലേ, അതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ ഫുൾ ടൈം ഒരു ദിക്റും ദുആയും തന്നെ അല്ലേ. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. അപ്പോൾ അങ്ങനെ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ തിരിഞ്ഞ് മറിഞ്ഞ് വെറും ഫോണിൽ എന്തെങ്കിലും ക്ലാസ്സും ദിക്റും ഒക്കെ തന്നെ ആയിരിക്കും അല്ലേ. അൽഹംദുലില്ലാ, അള്ളാഹു ആകട്ടെ. എനിക്ക് ഇത്രയും സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചെന്ന് അള്ളാഹുവിനെ എങ്ങനെയാണ് സ്തുതി പറയാൻ നമുക്ക് പറ്റൂല. അത്രയും സ്തുതി പറയണം അല്ലേ. നമ്മളെല്ലാ ബാത്റൂമിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം മുക്കണ്ട, വേറൊന്നും ചെയ്യണ്ട, ബക്കറ്റിലാക്കി കൊണ്ടുവരണ്ട. അപ്പോഴാണെങ്കിൽ കൈവേദന, കാലുവേദന, കിണറ്റൊന്നും വെള്ളം പൊക്കിക്കൂടാ. നമ്മളൊന്ന് ആലോചിച്ച് അങ്ങനെയൊക്കെ നമ്മൾ പണിയെടുക്കുകയാണ്, എത്ര ബുദ്ധിമുട്ടുണ്ട്. അതൊന്നുമില്ല. ബാത്റൂമിൻ്റെ കുറ്റിയൂര, പൈപ്പ് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം കിട്ടിയില്ല, വേണ്ടാന്ന് തോന്നി കഴിഞ്ഞാൽ നിർത്തുക. ചൂടുവെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളമുണ്ട്. ക്ലോസറ്റിലൊക്കെ ഒന്നായിട്ട് വെള്ളം ഫ്ലഷ് ഔട്ട് ചെയ്യണമെങ്കിൽ അത് ഉണ്ട് അല്ലേ. അതൊക്കെ നമ്മൾ ആലോചിക്കലുണ്ടോ? നമ്മൾ വല്ലപ്പോഴും ഒരു നന്ദി പറയലുണ്ടോ അല്ലേ. ഒരുപാട് സൗകര്യങ്ങൾ അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ദിക്ർ വർദ്ധിപ്പിക്കാനൊക്കെ ഇപ്പോൾ വെരി വെരി ഈസിയാണ്. പിന്നെ അള്ളാഹുവിനെ കൊണ്ടുള്ള അടുപ്പം വർദ്ധിക്കുന്നു, ക്ലോസ്നെസ് അല്ലേ. അള്ളാഹു ഇപ്പം നമ്മളൊരാളായിട്ട് വല്ലാണ്ട് അടുപ്പുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യവും നടക്കും. എന്തെങ്കിലും പോയി ചോദിച്ചാൽ പൈസ വേണമെങ്കിൽ പൈസ തരും, വേറെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ തരും. പിന്നെ എന്ത് രീതിയിൽ നമുക്ക് ആടെങ്കിലും റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ അവർ പോയി പറഞ്ഞ് നമ്മളെ കൂടെ വരില്ലേ, അങ്ങനെ. അപ്പോൾ ഇതിപ്പോൾ മനുഷ്യന്മാരെ കാര്യം, അള്ളാഹുവിൻ്റെ കാര്യമാണെങ്കിലോ അല്ലേ. അള്ളാഹുവിനോട് അടുപ്പം വർദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രതിഫലമുണ്ട്. നമ്മൾ എവിടെ പോവുകയാണെങ്കിലും നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ടാവില്ലേ. ഇന്ന അള്ളാഹ മാന എന്നല്ല പറഞ്ഞത്. അത് പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുപോലെ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവും. മാത്രമല്ല ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മനസ്സ് വളരെ ശാന്തമാകും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട് എന്ത് ദിക്റിനെ കൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വിഷയം ദിക്ർ തന്നെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ തുടങ്ങിയിട്ടില്ല, പക്ഷെ എന്നാലും ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ ഏറ്റവും വലിയ ലാഭകരമായ കച്ചവടം എന്താണ്? ഓക്കെ. അതാരാ പറഞ്ഞ? ആദ്യം പറഞ്ഞ സഫിയ അല്ലേ. പിന്നെ ഏറ്റവും നഷ്ടകരമായ കച്ചവടം? ജനങ്ങളെ കുറിച്ച് സംസാരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ജനങ്ങളെ കുറിച്ചിട്ട് മനസ്സിൽ വിചാരിക്കലും കുറ്റം തന്നെയാണ് അല്ലേ. ഇന്ന സമ ബൽ ബസറ ബൽ അഫിദ അഫിദ, അതായത് കാഴ്ചയും കേൾവിയും എല്ലാം അള്ളാഹു ചോദ്യം ചെയ്യപ്പെടും അല്ലേ. കുല്ലു ഉലാഹിക അൻഹു മസ്ഊല, എല്ലാം ചോദ്യപ്പെടുന്ന ലിസ്റ്റിലാണ്. അപ്പോൾ അല്ല അഫീദ ഹൃദയം പറഞ്ഞത് കൊണ്ട് നമ്മളെ മനസ്സ് തോന്നുന്നതും ചോദിക്കപ്പെടും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ. ഇനിയിപ്പോൾ മനസ്സിലും ആരെയും കുറിച്ചൊന്നും ചിന്തിച്ചുകൂടാ. നമ്മൾ വിചാരിക്കും പറഞ്ഞാലല്ലേ കുറ്റാവുക, മനസ്സിലെ വിചാരിച്ചുകൂടാ. അപ്പോൾ അതും തെറ്റെന്നാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ മാമിൻ അയ്യാമിൽ അമലു സ്വാലിഹു ഫീഹ അഹബ്ബു ഇലല്ലാഹി, അതായത് ദിവസങ്ങളേക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മറ്റൊരു ദിവസങ്ങളുമില്ല. മിൻ ഹാദിഹിൽ അയ്യാമി യഅനി അയ്യാമുൽ അഷർ, ഈ 10 ദിവസങ്ങളേക്കാൾ ഇഷ്ടപ്പെട്ട മറ്റു ദിവസങ്ങളില്ല എന്നാണ് പറയുന്നത് അല്ലേ. അത് അൽബാനി സ്വഹീഹാക്കി അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ്. ഇനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അറിയപ്പെട്ട ദിനങ്ങൾ എന്നാൽ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാകുന്നു അല്ലേ. അപ്പോൾ ഈ അറിയപ്പെട്ട യദ്കുറുസ്മല്ലാഹി ഫി അയ്യാമി മഅലൂമാത്തി, ഈ അറിയപ്പെട്ട ദിവസങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊക്കെ ഇതുവരെ വിചാരിച്ചാൽ അതൊക്കെ ഹാജിമാർക്കുള്ളല്ലോ, ഓല് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്കും പറഞ്ഞ് ഇങ്ങനെ നടന്നോട്ട് നമുക്ക് നമ്മളെ ഹാലുമായിട്ട് നടക്കുക. അതുവരെ അതായിരുന്നു അല്ലേ. ഇവിടെ ഫുള്ള് നോമ്പ് പിടിക്കുന്ന പോലൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ ഇപ്പം നമുക്ക് മനസ്സിലായി ഇത് ഹാജിമാർക്ക് വേണ്ടി മാത്രമല്ല നമുക്കും കൂടെ അല്ലേ പിന്നെ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ദിക്ർ മുഖേന നമുക്ക് സ്വർഗത്തിൻ്റെ തുലാസിൽ ഭയങ്കര കനം തൂക്കാൻ പറ്റും. അങ്ങനെ 2-3 ദിക്റുകളുണ്ടല്ലേ ഭയങ്കര കനം വരുന്ന തുലാസിൽ. പിന്നാണെങ്കിൽ നമുക്ക് പിന്നെ ഈ ഹജ്ജ് ചെയ്ത കൂലി, ഉംറ ചെയ്ത കൂലി, അടിമകളെ മോചിപ്പിച്ച കൂലി, അങ്ങനെ ഒരുപാട് തോട്ടങ്ങൾ, ഒരുപാട് കൃഷികൾ, ഈത്തപ്പനകൾ, എന്തൊക്കെ വീടുകൾ, ഒരുപാട് പ്രതിഫലങ്ങൾ ദിക്ർ മുഖേന ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ ഗഫലത്തിലായി കുത്തിരിക്കുക.
സാധാരണഗതിയിൽ നമ്മൾ ദിക്റല്ലേ. അപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം അല്ലേ. ദിക്റിനെ കുറിച്ച് പറയുമ്പോൾ ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ഓർമ്മ. അപ്പോൾ ഖുർആനാണ് ഏറ്റവും അഫ്ളൽ ദിക്ർ, ഖുർആനാണ്. അപ്പോൾ ഒരു സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൂറത്തിൽ, അത് നമുക്കറിയാം ഖുർആൻ്റെ 1/3 ഭാഗം, അല്ലദീ നഫ്സി ബിയദിഹി ഇന്നഹ ലതാദിലു സുലുസൽ ഖുർആൻ, അത് ഖുർആൻ്റെ 1/3 സമമാണ് അല്ലേ. ഈ ഒരു സൂറ സ്നേഹിച്ചതിൻ്റെ ഫലമായിട്ട് എന്തായി, ഒരു സഹാബിനെ അള്ളാഹു ഇഷ്ടപ്പെട്ടു അല്ലേ. മറ്റൊരു മനുഷ്യൻ, അതായത് ഖുബാ മസ്ജിദിൽ ഇമാമ് നിന്ന ഒരു മനുഷ്യന് അള്ളാഹു ദഖലൽ ജന്ന, അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അവർ രണ്ടാളും ചെയ്ത തെറ്റെന്താ, കുറ്റെന്താ? അതായത് മസ്ജിദുൽ ഖുബയിൽ ഒരു ഇമാം ഉണ്ടായിരുന്നു. ഇയാൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ എല്ലാ വക്തിലും നമ്മൾ ഫർള് നിസ്കരിച്ച് കഴിയുമ്പോൾ സാധാരണ ഓതേണ്ട സൂറത്ത് ഓതി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഇഖ്ലാസ് വെച്ചിട്ട് ക്ലോസ് ചെയ്യുള്ളൂ എല്ലാതും. അള്ളാഹു അക്ബർ നടന്ന് റുക്കോയിൽ പോകുന്ന മുൻപേ തന്നെ ഇയാൾ ഇഖ്ലാസ് ഓതി. അങ്ങനെ പതിവായിട്ട് ഇങ്ങനെ ആൾക്കാർ പറഞ്ഞപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ ചെയ്യേണ്ടാന്ന് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. അങ്ങനെ റിപ്പോർട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എത്തുക. അപ്പം നബി ചോദിക്കുന്നുണ്ട്, ഇല്ല ഐ ഷെയ്ൻ എസ്നാവുദാലിക്ക, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സ്ഥിരമായിട്ട് പോകുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, വഖാല ഇന്നഹ സിഫാത്തു റഹ്മാൻ, ഇത് പരമകാരുണികൻ്റെ സിഫാത്തുകളാണ്. വാന ഉഹിബു അക്റബഹ, അത് ഓതുന്നതിൽ ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിച്ചത്, അതിൻ്റെ കാരണത്താൽ അപ്പം ഈ ഖുർആന് പതിവായിട്ട് ഓതിയതിൻ്റെ കാരണമായിട്ടല്ല, നിസ്കാരത്തിൽ ഓതുന്നതിൻ്റെ ഫലമായി അള്ളാഹു അവനെ സ്നേഹിച്ചു അല്ലേ. അള്ളാഹു സ്നേഹിച്ചു നമുക്കറിയാം. അപ്പം ഇപ്പോഴത്തെ കോളേജ് സ്റ്റുഡൻസ്, കമിതാക്കൾ, ലവ് അഫേഴ്സും ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള അവർ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്ത് ത്യാഗം സഹിക്കും. അവസാനം ജീവൻ വരെ ആത്മഹത്യ വക്കിൽ വരെ എത്തൂലേ. ഉമ്മനെ ഒഴിവാക്കും, ഉപ്പനെ ഒഴിവാക്കും, വീട് ഒഴിവാക്കും, വീട്ടിലുള്ള സ്വത്തുക്കളും കാര്യങ്ങളും, സിവിലിയൻസിന് ആരെ വേണമെങ്കിലും ഖുർആനും സുന്നത്തും ഹദീസൊക്കെ ഒഴിവാക്കും. അവരെന്തിൻ്റെ കൂടെ പോകുന്ന, സ്നേഹിക്കുന്ന ചെക്കന്മാരെ കൂടെ. അത് BJP ആയാലും ശരി, ഹിന്ദു ആയാലും ശരിയില്ലേ, ജാതി നോക്കൂല, സ്നേഹമാണ് അവിടെ വലുത്. ആ സ്ഥിതിക്ക് അള്ളാഹു നമ്മളെ സ്നേഹിച്ചാലോ, അതൊരു ചവിട്ടിത്തേക്കുന്ന സ്നേഹം, ഒഴിവാക്കുന്ന സ്നേഹം അല്ല, അത് റിയൽ സ്നേഹമാണ്, അത് റിയൽ ലവ് ആണല്ലോ, അത് എന്നും നിലനിൽക്കുന്ന ആ ഒരു സ്നേഹം കിട്ടുക വെച്ചാൽ ഭയങ്കര ഇതല്ലേ. അപ്പോൾ നമുക്ക് ആ നിസ്കാരത്തിൽ അങ്ങനെ ഒന്ന് ചൊല്ലി നോക്കിയാലോ. അതുപോലെ തന്നെ വേറൊരു ഇമാമിൻ്റെ പേരിൽ കംപ്ലൈൻറ്റ് വന്നതാണ്. ഖുബാ മസ്ജിദിലെ ഇമാമല്ല ഇപ്പം പറഞ്ഞത്, വേറൊരു മറ്റേ സൈന്യത്തലവനായിട്ടൊരു ഇമാമിനെ നിശ്ചയിച്ചിരുന്നു. അയാൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാ സൂറത്തും ഓതുന്നതിൻ്റെ മുമ്പായിട്ട് സൂറത്തുൽ ഇഖ്ലാസ് ഓതും. അത് നമ്മളിപ്പോൾ ഫർള് നിസ്കാരത്തിന് കയ്യെട്ടി കഴിഞ്ഞാൽ സൂറത്ത് ഓതൂല. അതിപ്പോൾ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്നുള്ള സൂറത്താണ് ഓതുന്നത് വിചാരിച്ചോളൂ. അതിൻ്റെ മുമ്പിൽ ഇയാൾ എന്താക്കും, ഈ സൂറത്തുൽ ഇഖ്ലാസ് പതിവായിട്ട് എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല, അങ്ങനെ സ്ഥിരമായിട്ട് ഓതു തന്നെ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെല്ലും. അപ്പോൾ എന്താ കാരണമൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ ഫീ കുല്ലി റക്കായത്തിൻ അൻ അഹബ്ബത്ത്, അപ്പോൾ എല്ലാ റക്കായത്തിലും ചെല്ലുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നത് അൻ അഹബ്ബത്തു, ഞാൻ അതിനെ സ്നേഹിക്കുന്നു, അതന്നെ, അതിന് വേറെ കാരണമൊന്നുമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹുബ്ബക ഇയ്യാഹ ദഖലൽ ജന്ന അല്ലേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ വഹിയല്ലാണ്ട് സംസാരിക്കൂല അല്ലേ. ഇല്ല ഇൻ വഹി യൂഹ, സ്വന്തമായിട്ട് ഒരു അഭിപ്രായം പറയില്ല. ചിലപ്പം 3-4 ചോദ്യം ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയില്ല. കാരണം എന്താ, വഹി വന്നിട്ടുണ്ടാവില്ല, മറുപടി പറയാൻ പറ്റൂല. അപ്പം അൻ അഹബബ്ത്, അപ്പം അയാളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ എന്ത് കാരണം എന്ന് വെച്ചപ്പോൾ എന്നെ സ്നേഹിക്കുന്നു, അതിൻ്റെ ഫലമായിട്ട് അയാളെ ദഖലൽ ജന്ന, അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ നമുക്കും ഇങ്ങനെ ഒരു ഈ സൂറത്തുൽ ഇഖ്ലാസിനെ ഇഷ്ടപ്പെടുകയും സൂറത്തുൽ ഇഖ്ലാസ് ഇങ്ങനെ പാരായണം ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു, ദഖലൽ ജന്ന എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു എന്ന് പറയുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് നമുക്കും എത്തിക്കൂടെ അല്ലേ. എന്തുകൊണ്ടാണ് അല്ലേ, വാട്ട് ഈസ് ദ ബാരിയർ, ഇനി എന്താ നമുക്ക് തടസ്സം, അങ്ങനെയൊക്കെ ഓതുന്നതിനില്ല, അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അല്ലേ. ഇതൊക്കെ നിസാരമായ കാര്യങ്ങളാണെങ്കിലും പ്രതിഫലം ഭയങ്കരമാണ് അല്ലേ. എന്താ വെച്ചാൽ മുട്ടുസൂചി വാങ്ങിയ ഒലക്ക ഫ്രീ എന്ന് പറഞ്ഞ പോലെ ചെറിയ കർമ്മങ്ങൾക്ക് വലിയ വലിയ പ്രതിഫലമാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്ന അജ്റു അളീം അല്ലേ, മഹത്തായ പ്രതിഫലം. അതായത് ഖാലിദീന ഫീഹാ അബദാ, അതൊരു എന്നെന്നും ശാശ്വതമായ സ്വർഗം അല്ലേ. ഇന്നല്ലാഹ ഇൻദഹു അജ്റുൻ അളീം, ഏറ്റവും മഹത്തായ പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കൽ തന്നെയാണ് അല്ലേ, തൗബ സൂറത്തിൽ. അപ്പോൾ ഇതൊക്കെ നമുക്ക് വേണ്ട സഹോദരിമാനെ, ഈ അജ്റുൽ അളീം വാങ്ങണമെങ്കിൽ ഇങ്ങനെ കണ്ട
ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിസാര കാര്യങ്ങളായിരിക്കും, പക്ഷേ നമ്മളെ ദൃഷ്ടിയിൽ അല്ലേ, അതായത് നമ്മളെ ദൃഷ്ടിയിൽ സൂറത്തുൽ ഇഖ്ലാസ് എല്ലാവർക്കും അറിയുന്നല്ല, ഒരു കളിയാക്കല. നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാണ് നിസ്കരിച്ചത്, ഇഖ്ലാസ് തന്നെ ഓതി, പക്ഷേ ഇഖ്ലാസിന് ഇതിന് മാത്രം പ്രതിഫലം. അത് വെച്ച് ഇഖ്ലാസ് ഓതുന്നു വെച്ചാൽ അതിൻ്റെ മുമ്പിൽ വലുതോതണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ലേ, അതിൻ്റെ മുമ്പിൽ എത്ര വലിയ സൂറത്തും നമുക്ക് ഓതാം, പക്ഷേ ഇത് ഇങ്ങനെ ഒരു നിയ്യത്തിലാണ് ഓതുന്നതെന്ന് മാത്രം അല്ലേ. അങ്ങനെ എന്തെല്ലാം ഓരോ ദിക്കറിനും അല്ലേ എന്തൊക്കെ പ്രതിഫലമുണ്ടോ, ഒരുപാട് പ്രതിഫലമുള്ള ഒരു ദിക്കറുണ്ട്. അതാ നിങ്ങൾക്കറിയോ, അതിൻ്റെ പ്രതിഫലം 28ഓളം പ്രതിഫലങ്ങളുണ്ട്. അറിയോ ഏതാണ് ആ ദിക്കറെന്ന്? 28ഓളം പ്രതിഫലങ്ങൾ പറയുന്ന ഒരു ചെറിയ ദിക്കറാണ്, പക്ഷെ അതിന് ആർക്കെങ്കിലും അറിയാവോ? അതെ, ലാ ഹൗല വലാ ഖുവത ബില്ലാ. അത് അതിന് സെപ്പറേറ്റ് ഓരോ ഘടകങ്ങളുണ്ട്, അതിന് കൈയും കാലും വാലും ഒക്കെ വെക്കുന്നുണ്ട്. വെറും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുന്നത് എന്താണ്? സ്വർഗത്തിലെ വാതിലാണ് അല്ലേ, സ്വർഗത്തിലെ നിധികളാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ കൊണ്ടല്ലാണ്ട് യാതൊരു കഴിവും ഖുവത്തും ഇല്ലേ, ഒരു കഴിവും ഒരു ശക്തിയും ഇല്ലാന്ന് നമ്മളങ്ങ് എന്താക്കല്ലേ, നമ്മളെ കഴിവുകേട് അങ്ങ് സമ്മതിച്ച് കൊടുക്കുകയാണ് അല്ലേ. അപ്പോഴാണ് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ദിക്കറിന്. അതിനെന്തൊക്കെ പ്രതിഫലമാണ് റബ്ബേ. എത്ര പ്രയാസമുള്ള ജോലി എളുപ്പം ചെയ്യാൻ സാധിക്കും. എല്ലാവിധ പേടി ഉണ്ടാവും, പല പേടിൻ്റെ, പരീക്ഷ പേടി, അമ്മായിമ്മനെ പേടി, ഭർത്താവിനെ പേടി, പിന്നെ വേറെ എന്തെങ്കിലും പേടി, പാമ്പിനെ പേടി, കൂറനെ പേടി, ഈച്ചനെ പേടിയില്ലേ. ഇപ്പോൾ പേടീൻ്റെ സൈക്കോളജി പഠിച്ചു നോക്കുമ്പോൾ എത്രയോ ടൈപ്പ് ഓഫ് പേടികളുണ്ട്. പരീക്ഷയിൽ ഒരുപാട് പഠിച്ചു കഴിഞ്ഞാലും മുബീനൻ്റെ അക്കൗണ്ടിൽ കയറിയൊന്നോ ഓഫാക്കണേ, എന്നിട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് പേടികളുണ്ട്. ഇപ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ ഉണ്ട്, പരീക്ഷ എഴുതാൻ നേരത്തെ SLC പരീക്ഷ ആകുമ്പോൾ അത് വലിയൊരു പരീക്ഷ എന്ന് വിചാരിച്ച് അവരൊരുപാട് ബോധർ ചെയ്യുന്നൊരു സബ്ജക്റ്റാണ്. പഠിച്ചോനെ ഇതിൽ മാർക്ക് കുറഞ്ഞു പോകും, അപ്പനോട് ചീത്തയേക്കോ അമ്മനോട് ചീത്തയേക്കോ, നല്ല നല്ല ഫോണിൻ്റെ ഓഫർ, പിന്നെ സ്കൂട്ടറിൻ്റെ ഓഫറൊക്കെ ഉണ്ടാവും അല്ലേ. മക്കളിങ്ങനെ അതും വിചാരിച്ചത് അപ്പോൾ എന്താക്കും, പഠിച്ചതൊക്കെ മറന്നു പോവും, കൈ വിറക്കും, പേടിക്കും, പനി വരും, അങ്ങനെ. അപ്പോൾ ഇതുപോലെ ഒരുപാട് പേടിയുണ്ട്. അപ്പോൾ ഇത്തരം അവസരങ്ങളിലും പിന്നെ പേടി നേരിടാനും ഉയർന്ന പദവികൾ ലഭിക്കുവാനും പിന്നെ 99 രോഗങ്ങളിൽ നിന്നുള്ള രോഗങ്ങൾക്കുള്ള ശമനമാണ്. അതായത് ലാ ഹൗല വലാ ഖുവത. എത്ര നിസാരമായ വ്യസനം പോലും അതുമൂലം മാറുന്നു അല്ലേ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ദിക്റാണ്. കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലൊരു കർമ്മമാണ്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മമാണതില്ലേ. അങ്ങനെ എന്തൊക്കെ പ്രതിഫലമാണോ പറയുന്നത്, വലിയ വലിയ പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു ദിക്റാണത്. അതിന് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാനുള്ള ദിക്ർ അല്ലേ. മനസ്സിൻ്റെ പ്രയാസം കുറയ്ക്കുന്നു, മനസ്സിൻ്റെ പേടിയില്ലായ്മ ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ ഒരടിമ കീഴൊതുങ്ങി ഞാൻ സമ്മതിക്കുന്നൊരിത്. അതായത് ആ ദിക്ർ ചെല്ലുമില്ല ഹൗല വലാ ഖുവത, എല്ലാ കഴിവും നിനക്ക് തന്നെയല്ലേ റബ്ബേ, അല്ല എനിക്കൊരു കഴിവില്ലാന്ന് അത് പച്ചയിൽ പറയുന്നതിന് പകരം നിനക്ക് എല്ലാ കഴിവും ഉണ്ടെന്ന് പറയുന്നില്ലേ. അപ്പോൾ അള്ളാഹിൻ്റെ പവർ, ഫുള്ള് പവർ അംഗീകരിക്കുന്ന ഒരു ദിക്റാണ്. പിന്നെ പരിശുദ്ധമായ ഭൂമിയിൽ, അതായത് ഇവിടെ അല്ല കേട്ടോ, സ്വർഗത്തിൽ നടാൻ ഉപയോഗിക്കുന്ന ചെടികളാണ് പോലെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അതായത് സ്വർഗം എന്ന് പറയുന്നത് വളരെ ഭയങ്കര ഭംഗിയുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പിന്നെ ഭൂമിയാണ്. അതിൽ നടാൻ ഉപയോഗിക്കുന്ന തൈകളാണ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നൊക്കെ. ആ ചെടികളൊക്കെ അങ്ങ് വെക്കേ വേണ്ടുള്ളൂ. വളം ചെയ്യണ്ട, പിന്നെ ഉഴുത് മറിക്കണ്ട, വെള്ളം ഒഴിക്കണ്ട, പിന്നെ വേറെ കളകൾ പറിക്കേണ്ട. എന്തെങ്കിലും ഒരു തൈ നട്ട് കൊടുത്താൽ അപ്പോഴത് ആപ്പിളാവണമെന്ന് പറഞ്ഞാൽ ആപ്പിളായി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇനിയിപ്പോൾ കാരക്കാണെങ്കിൽ കാരക്കൊക്കെ മുക്കാൻ എത്ര കൊല്ലം പിടിക്കും, ചെടി വളർന്ന് പിന്നെ മൂത്ത് കായാവാൻ. പക്ഷെ അതൊന്നും വേണ്ട, സ്വർഗത്തിൽ ചെടി നടുകയേ വേണ്ട. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തന്നെ അതിനുള്ള ചെടികളിങ്ങനെ വാങ്ങി പിന്നെ ഗ്യാദർ ചെയ്തും കൊണ്ടേ നിൽക്കണം അല്ലേ. എന്നാലല്ലേ നമുക്ക് അവിടെ പോയാൽ ഒരുപാട് കാരക്കത്തോട്ടമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ഏക്കർ സ്ഥലമൊക്കെ ഉള്ള ആളെന്ന് പറഞ്ഞാൽ ഭയങ്കര പവറാക്കി. ഏതെങ്കിലും ഒരു പെണ്ണുങ്ങൾക്ക് ഉണ്ടാവും ഇപ്പോൾ ഏക്കർ സ്ഥലമൊക്കെ അല്ലേ. സ്വർഗത്ത് പോയാൽ ചിലപ്പോൾ പെണ്ണുങ്ങൾക്കായിരിക്കും ഏക്കർ, കാരണം അവരാണല്ലോ ഒരുപാട് ദിക്റും ദുആയും നിസ്കാരപ്പായിൽ കുറേ സമയം ഇരിക്കലൊക്കെ അല്ലേ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ എന്തെല്ലോ കൂലികൾ പറയുന്നുണ്ട് അല്ലേ. അവർ എന്നെന്നും നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണെന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. പിന്നെ ഖുർആൻ മനപ്പാഠം കഴിയാത്തവർക്ക് ഈ ദിക്ർ ചെല്ലിയാൽ മതി. അങ്ങനെ എന്തൊക്കെ പ്രതിഫലങ്ങളാണോ പറയുന്നത്, എന്ത് ചോദിച്ചാലും ലഭിക്കുന്ന ദിക്ർ അല്ലേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ സ്വർഗത്തിലെ നദികളിൽപ്പെട്ട ഒരു നിധിയാണത്.
അല്ലേ? സ്വർഗത്തിലൊരു വാതിലാണത്. അങ്ങനെ അങ്ങനെ ഓരോ ദിക്റിനും ഈച്ച് ആൻഡ് എവറി ദിക്റുകൾക്ക് കാറ്റഗറൈസ് ചെയ്ത് അതിന് പലതിനും പല 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 പ്രതിഫലങ്ങളുണ്ട് അല്ലേ? ഡോണ്ട് കെയർ, നമ്മളാരും തന്നെ ഇത് ശ്രദ്ധിക്കുന്നില്ല അല്ലേ? ഈസിലി എൻ്റർ ടു ജന്ന, നമുക്ക് എളുപ്പം വി ക്യാൻ ഈസിലി, അത് വെച്ചാൽ എളുപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ. അതായത് ഇപ്പോൾ ദിക്റ് ചെയ്യണമെങ്കിൽ കറണ്ട് വേണ്ട, ഗ്യാസ് വേണ്ട, നിസ്കാരക്കുപ്പായം വേണ്ട, ഒളു വേണ്ട, സമയം വേണ്ട, ആകാശത്ത് വെച്ചോ ഭൂമിയിൽ വെച്ചോ ഫ്ലൈറ്റിൽ വെച്ചോ ഭൂമിൻ്റെ അടിയിൽ വെച്ചോ കപ്പലിൽ വെച്ചോ, ഈ പിന്നെ ഭൂമിൻ്റെ അടിയിലേക്കും പോകുന്ന പല ജാതി പിന്നെ സംവിധാനങ്ങളുള്ള പിന്നെ ആകാശത്ത് കൂടെ പറക്കുന്ന റോക്കറ്റ് ഫ്ലൈറ്റൊക്കെ പോലെ തന്നെ കടലിൻ്റെ അടിയിൽ ദീക്ഷത്തിന് പോകുന്ന സാധനം ഉണ്ടല്ലോ, അതുപോലെ ഏത് സ്ഥലത്ത് വെച്ചിട്ടും നമുക്ക് ദിക്റ് ചെല്ലാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫുള്ളി ഓഫ്ലത്തിലാണ് അല്ലേ? ദിക്റിനെ സംബന്ധിച്ചിട്ട് നമുക്കൊരു ശ്രദ്ധ ഇല്ല. അത് ഇത്ര പ്രതിഫലം ഉണ്ടെന്ന് അങ്ങനെ പറയുന്ന കേൾക്കാം, ചെല്ലുക കിട്ടൂല്ലേ, അങ്ങനെ അല്ലാണ്ട് അത് നമ്മളെ ലൈഫിൽ കൊണ്ടുവന്നിട്ട് എല്ലാവരെക്കാളും മുമ്പിൽ ജന്നാത്തുൽ ഫിർദൗസിൽ കണക്കില്ലാത്ത പ്രതിഫലം വാങ്ങുന്ന ആ ഒരു സ്വർഗലോകത്തിന് വേണ്ടി മത്സരിക്കുകയാണ് അല്ലേ? തനാഫസിൽ മുത്തനാഫിസൂ എന്നാ പറഞ്ഞല്ലേ? മത്സരിക്കുന്നവർ അതിനു വേണ്ടി മത്സരിച്ച് കൊള്ളട്ടെ, ഈ ഒരു ചിന്താഗതി. പക്ഷേ നമ്മൾ കുട്ടികളെ നമ്മൾ നല്ലോണം ഇൻസ്പയർ ചെയ്യും. അത് അപ്പുറത്തെ പുരയിലെ സൈനുവിൻ്റെ മോൻ അത്ര A+ ഉണ്ട്, ഇപ്പുറത്തെ കുട്ടി അത് എൻ്റെ അനിയത്തിൻ്റെ മോൻ അങ്ങനെ ഉണ്ട്, ഓനെന്തേനും ആദ്യം തീരെ പഠിക്കൂലേന്, അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുട്ടികളെ നല്ലോണം ഇൻസ്പയർ ചെയ്യും അല്ലേ? നല്ല ഇൻസ്പിറേഷൻ കൊടുക്കും, മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കും. പക്ഷെ നമുക്ക് ഇൻസ്പിറേഷൻ തരാൻ ആരുമില്ല. നമ്മളെ ഉമ്മയും ഉപ്പയൊക്കെ വലുതായി, ഓല ഹാലേ വിധിയായില്ലേ, ഓൾക്ക് ഇങ്ങനെ പഠിക്കാനും അറിയാനും കഴിയില്ല. പക്ഷെ ഇതൊന്നും അറിഞ്ഞിട്ട് നമ്മളത് ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുന്നില്ല, അതാണ് ഏറ്റവും വലിയത് അല്ലേ? അങ്ങനെ അപ്പോൾ ഒരു ദിക്ർ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ആ ദിക്ർ ഗ്രൂപ്പിൽ തിന്മകളെ നന്മകളാക്കി പിന്നെ ഇടണമെന്ന് ദുആ ചെയ്യാറുണ്ടോ? അങ്ങനെ ദുആ ചെയ്യണം, നമ്മളെ തിന്മകളൊക്കെ നന്മകളാക്കി മാറ്റണേ എന്നല്ലേ? അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. പിന്നെ കുറേ അടിമകളെ മോചിപ്പിക്കാൻ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ അടിമകളില്ലാലോ, അടിമകളെ മോചിപ്പിച്ചിട്ട് എന്താ കിട്ടുക? പറഞ്ഞിട്ട് കാര്യമില്ല. ഒരടിമൻ്റെ കൈ മോചിപ്പിച്ചാൽ നമ്മുടെ കൈ നരകത്തുനിന്ന് ഫ്രീ ആണ്, കാല് മോചിപ്പിച്ചാൽ കാല് ഫ്രീ ആണ്, പിന്നെ തല മോചിപ്പിച്ചാൽ തല ഫ്രീ ആണ്. അതുപോലെ നമ്മളൊരു ദിവസം കുറേ അടിമകളെ മോചിപ്പിക്കുന്ന ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ അവയവങ്ങളൊക്കെ സ്വർഗത്തുനിന്ന് ഫ്രീ ആണ് അല്ലേ? പിന്നെ അർഷിൻ്റെ തണൽ, അതൊരു ഭയങ്കര തണലായിരിക്കില്ലേ അർഷ് എന്ന് പറയുന്നത്. വസിയ കുർസിയുഹു സമാവാതി വൽ അർള്, നമ്മൾ ദിവസം ചെല്ലുന്ന ആയത്തുൽ കുർസിയിലുള്ളതാണത്. അപ്പോൾ അത്രയും വിശാലമായ അർഷിൻ്റെ തണൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ എരിപിരി ചൂടും വെയിലും സഹിക്കാൻ പറ്റാത്ത ഉടുതുണി ഉണ്ടാവില്ല, കാല് ചുട്ടു പൊള്ളും അല്ലേ? എന്തോ ഒരവസ്ഥയിലാണ് നിൽക്കുക. അപ്പോൾ അർഷിൻ്റെ തണലൊക്കെ ലഭിക്കാൻ നമ്മൾ സ്ഥിരമായിട്ട് ചോദിച്ചു കൊണ്ടിരിക്കണ്ടേ? അപ്പോൾ ആ ബുക്കിൽ അതിനെക്കുറിച്ചിട്ടൊക്കെ ഉള്ള പരാമർശങ്ങളുണ്ട്. പിന്നെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന, ലക്ഷങ്ങളെ പ്രതിഫലം കിട്ടുന്ന ദിക്റുകളിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട് അല്ലേ? പിന്നെ അഫ്ളലു സ്വലാത്ത് ബാദൽ ഫരീദത്തി ഖിയാമുൽ ലൈൽ അല്ലേ? ആ ഖിയാമുൽ ലൈൽ നമസ്കാരത്തിൻ്റെ പ്രതിഫലമോ എത്രയാണ് അതിൻ്റെ പ്രതിഫലം. അപ്പം ഇന്നഹ കസുറത്ത് സ്വലാത്ത, പിന്നെ നിസ്കാരം നമ്മൾ ധാരാളം അപ്പം അതായത് പിന്നെ തഹജ്ജുദ് നിസ്കാരത്തിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ 90ഓളം, അതായത് 100ൻ്റെ അടുത്ത് ഫളായിലുകളുണ്ട് അല്ലേ? അപ്പം അത് കേട്ടാൽ ഒരാളും തന്നെ നിസ്കരിക്കണ്ടെന്ന് തോന്നൂല. ഏത് നിസ്കരിക്കാത്താലും എണീറ്റൊന്ന് നിസ്കരിച്ച് പോവും അല്ലേ? പിന്നെ ദിവസവും ഹജ്ജും ഉംറയും ചെയ്യുക അല്ലേ? അത് നമുക്ക് പ്രാക്ടിക്കലാണ്. ഒരു ജീവിതത്തിൽ ഒരിക്കൽ തന്നെ ഹജ്ജിന് പോയപ്പോൾ നല്ല ലക്ഷങ്ങൾ വേണം, പറ്റുന്നില്ല. ആ അവസ്ഥയിൽ ദിവസവും നമുക്ക് ഹജ്ജും ഉംറയും കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരുപാട് പ്രതിഫലമല്ലേ അല്ലേ? പിന്നെ ഒരു ദുആ, അതായത് ഒരു നിസാര ദുആ, 2-3 വരെയുള്ള ദുആ ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രതിഫലം എന്ന് വെച്ചാൽ ലോകത്തിലെ മുഴുവൻ മുസ്ലിംസിന്, പിന്നെ മോമിനുകളിലേക്കും മുസ്ലിംകളിലേക്കും മരിച്ചു പോയവരും ജീവിച്ചിരിക്കുന്നവരിലേക്കും എത്തുന്ന ദുആ അല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ മൻ ഖറഅ മിനൽ കിതാബുല്ലാഹി ഫലഹു ഹസനത്തും വൽ ഹസന ബിൽ അഷറി അംസാലി അല്ലെ? ആരെങ്കിലും ഒരാൾ കിതാബിൽ നിന്നൊരു വാക്ക് ഓതിയാൽ അവന് ഫലഹു ഹസനത്തും
പിന്നെ അഷറി അംസാലി, അതായത് ഒരു 10 പ്രതിഫലം ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ. അങ്ങനെ അത് ഖുർആനിൽ നിന്നൊരു അലിഫ് ലാം മീം ഓതിക്കഴിഞ്ഞാൽ 30 പ്രതിഫലം. എങ്കിൽ പിന്നെ നമ്മൾ നിസ്കാരത്തിലും പിന്നെ പള്ളിയിലൊക്കെ വെച്ച് ഓതുമ്പോഴുള്ള പ്രതിഫലങ്ങളെ കുറിച്ചിട്ടും ധാരാളമായിട്ട് അതൊക്കെ ഇതുവരെ ഈ ഗ്രൂപ്പിൽ പണ്ടേ ഉള്ളവർക്കൊക്കെ അതൊക്കെ ബൈഹാർട്ടാണ്. പുതുതായിട്ടുള്ളവരും ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ പറയാൻ പിന്നെ ശ്രദ്ധിക്കുന്നത്. ഇൻഷാ അല്ലാ നമുക്ക് ദിക്റിൻ്റെ വിഷയത്തിലേക്ക് കടക്കാം. പിന്നെ ക്വസ്റ്റ്യനൊക്കെ റെഡിയായി നിന്നോളി. ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയുന്നോല് ഒന്ന് വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്തോളി. നമുക്ക് ആരാന്ന് മനസ്സിലാക്കാൻ എഴുതാനും പറ്റും. ആരാ അത് എഴുതുന്നത്? വിജയികളെ പേര് എഴുതുന്നത് ആരാ? എഴുതണേ. അത് ആൻസർ പറയുന്നവര് വീഡിയോ ഓൺ ആക്കിക്കോളി കേട്ടോ. അതായത് വിഷയാസ്പദമായി ദിക്റിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാമല്ലോ. ദിക്ർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ വിഷയം ഇന്നത്തെ ഈ 10 ദിവസത്തെ സ്വാലിഹായ അമലുകളിൽ നമ്മൾ എന്തെല്ലാം ചെയ്യും? നിസ്കാരം, നോമ്പ്, ദിക്ർ, സ്വലാത്ത്, സദക്ക, പിന്നെ ഉളുഹിയത്തറക്കൽ, അങ്ങനെ സക്കാത്ത് ബാക്കിയുണ്ടെങ്കിൽ അത് കൊടുക്കാം, പാവങ്ങളെ സംരക്ഷിക്കാൻ, ചാരിറ്റി ചെയ്യാം, ആർക്കെങ്കിലും നമ്മളെ ദേഹം കൊണ്ട് കഴിയുന്ന ഉപകാരം, അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ദിക്ർ എന്ന് പറയുന്നത് നമുക്ക് വെറുതെ കിട്ടുന്നൊരു ഭയങ്കരമായ ഓഫറാണ് അല്ലേ. അത് ആ ഒരു അലാബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, നിങ്ങൾക്ക് നിങ്ങളെ ഹൃദയത്തിന് സമാധാനം കിട്ടുന്ന സാധനമാണ് അല്ലേ. പിന്നെ അള്ളാഹു അൻ തമൂത്ത് വലിസാനുക്ക റത്വം മിൻ ദിക്രില്ലാഹി തആല, അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് നാവ് നനഞ്ഞിരിക്കുക മരിച്ചു പോകലില്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചു പോകാനും അതിനും നമുക്ക് ദിക്ർ വേണം. അങ്ങനെ ചൊല്ലി മരിക്കണമെങ്കിൽ എന്ത് വേണം? ജീവിതത്തിൽ നല്ല കാലങ്ങളിൽ നല്ല ഉഷാറോടെ നടക്കുന്ന സമയത്തിൽ നമ്മൾ ധാരാളം ദിക്റുകൾ ചൊല്ലിയവർക്ക് മാത്രമേ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റുള്ളൂ. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. നമ്പർ 1 ചോദ്യം ആൻസർ ചെയ്യുന്നോല് പിന്നെ വീഡിയോ ഓൺ ആക്കണേ. മരണശേഷവും പ്രതിഫലം ലഭിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദിക്ർ. മരണശേഷവും പ്രതിഫലം ലഭിച്ചു കൊണ്ടിരിക്കുന്ന ദിക്ർ. ആരാ പറഞ്ഞേ? സുലു. സുലു പേര് പറഞ്ഞെടുക്കേ. വീഡിയോ ഓൺ ആക്കിക്കൂടെ? സുലു മഞ്ചേരി. എഴുതിക്കോളിയേ. ഇനി വേറെ ആരോ പറഞ്ഞോ? അപ്പം മരണശേഷവും പ്രതിഫലം. അപ്പം എല്ലാ കർമ്മങ്ങൾക്കും നമ്മളെ പ്രതിഫലം മരണത്തോടു കൂടി നിന്ന് പോവില്ലേ. 3 കാര്യങ്ങൾ നമ്മെ അനുഗമിക്കും. അതിലൊരാൾ മാത്രമാണ് പിന്നെ തിരിച്ചു പോരും അല്ലേ. 2 ആൾ പോയി കഴിഞ്ഞാൽ ഒരാൾ അല്ലേ. എന്നാൽ ഇനിയിപ്പം ഞാൻ ഉത്തരം പറയാണേ. അതായത് എന്നെന്നും പ്രതിഫലം ലഭിച്ചു ദിക്റും ദുആകളും. പക്ഷെ ദിക്ർ എല്ലാ ദിക്റും ഒന്നും ബാക്കിയാവില്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അത് ക്ലോസ് ആവും ദിക്ർ അല്ലേ. ബാക്കിയാത്തു സ്വാലിഹാത്ത് എന്ന പേരിൽ അതാരാ പറഞ്ഞേ? സുനീറ. ഒന്ന് എഴുതണേ. ഒക്കെ റബ്ബ് സുബ്ഹാനഹു തആല അനുഗ്രഹിക്കട്ടെ. ഇനിയും ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതാനും അല്ലേ. വേൾഡ് തന്നെ നമ്മളെ ഈ ബുക്കുകളൊക്കെ വേൾഡിലേക്ക് പബ്ലിഷ് ചെയ്യട്ടെ. എന്നിട്ട് എല്ലാവരും ഇതിൻ്റെ സംഗതി മനസ്സിലാക്കട്ടെ അല്ലേ. എത്രമാത്രം പ്രതിഫലങ്ങൾ, എന്തെല്ലാം ഓഫറുകളാണ് റബ്ബേ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത്. പക്ഷെ ഇതൊന്നും നോക്കാൻ നമുക്ക് സമയമില്ല അല്ലേ. നമുക്ക് അറിയുന്നുമില്ല. നമ്മൾ കുറേ ക്ലാസ് ഡെയിലി കേൾക്കും, പക്ഷെ ഒന്നും നമ്മളെ തലയിലില്ല. അപ്പോൾ അടുത്തത് റബ്ബിൻ്റെ ഇഷ്ടങ്ങൾ. അപ്പോൾ ഈ അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് റബ്ബേ. പക്ഷെ കുറേയൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷേ ഈ ചെയ്യുന്ന കാര്യങ്ങളും അള്ളാഹ്ക്ക് ഇഷ്ടത്തിനാണ് ചെയ്യുന്നത് നമുക്കറിയില്ല കേട്ടോ. അങ്ങനെയുണ്ട്, നമുക്കറിയില്ല അത്. കാരണം നമ്മൾ ബോധർ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു വിഷയം അല്ലേ. അങ്ങനെ അത് അള്ളാഹിൻ്റെ ഇഷ്ടങ്ങളാണോ, ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത്, ഇതിൻ്റെ പ്രതിഫലം എന്താണ്, ഇതിന് എത്രമാത്രം ഇതിന് ഹൈറുണ്ട്, ബർക്കത്തുണ്ട്, അതൊന്നും നമ്മൾ ചിന്തിക്കാറില്ല അല്ലേ. പിന്നെ വിചാരണ, സിറാത്തിലല്ലേ, അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചോദിച്ചു കൊണ്ടേ നിൽക്കണം അല്ലേ.
ഹിസാബ് യസീറ പഠിച്ചോനെ എൻ്റെ ഹിസാബിനെ എന്നെ എളുപ്പമാക്കി തരണേ സിറാത്ത് പാലം ഓരോ കുന്നോളം പ്രകാശത്തിൽ അതപ്പോൾ കുറേ പ്രാവശ്യം ചെല്ലണം. കാരണം അങ്ങനെയല്ലേ നമുക്ക് ഈസി ആക്കി തരാനുള്ളൂ. പക്ഷേ നമ്മൾ അതൊന്നും ചോദിച്ചിട്ടില്ലെങ്കിൽ തരാനൊരു വകുപ്പും ഇല്ല അല്ലേ. ഇന്നല്ലദീന ആമനു ആമിലു സ്വാലിഹാത്തി കാനത്ത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ അല്ലേ. അതായത് സൂറത്തുൽ കാഫിലെ 107-ാമത്തെ ആയത്താണ്. ഖാലിദീന ഫിഹാ ലാ യബഗൂന അൻഹാ ഹിവലാ. ആ സ്വർഗത്തിലെ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിപ്പെട്ടാൽ സുഖം ഏറിയത് കൊണ്ട് ഇനി മതി, നമുക്ക് ഇത്ര സുഖം വേണ്ട. ഇവിടെ ദുനിയാവിൽ അങ്ങനെ കേട്ടോ, ഒരുപാട് സുഖമായാലും നമുക്ക് ഭയങ്കര മടുപ്പായിരിക്കും. പറയില്ല അമേരിക്കൻസൊക്കെ കുറേ ഒരു മിനിറ്റ് അമേരിക്കൻസൊക്കെ കുറേ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള കാരണം അതാ. അവരെ മക്കളെ വാട്ടിൽ പോയി, ഉമ്മൻ്റെ വാട്ടിന് പോയി, വാപ്പൻ്റെ വാട്ടിന് പോയി, ജീവിതത്തിലൊന്നുമില്ല, കണ്ടമാനം സ്വത്ത് പൈസ പെൻഷൻ അടിച്ച് പൊളിച്ച് മതിയാക്കി റിസോർട്ട് പാർത്ത് കള്ള് കുടിച്ച് തോന്നിയാസമാക്കി ഡേറ്റിങ്സിനപ്പുറം ഓരോ പെണ്ണുങ്ങളപ്പുറം പിന്നെ നടന്ന് എല്ലാ തോന്നിയാസവും കഴിഞ്ഞ് അവസാനം ഓടി തളർന്ന് ക്ഷീണിക്കുമ്പോൾ എന്താവും അവർ അങ്ങനെ ഇസ്ലാം ദീനിലേക്ക് വരും. പക്ഷെ സ്വർഗത്തിലെ ആയ സുഖങ്ങളും സൗകര്യങ്ങളും സന്തോഷങ്ങളൊന്നും ഒരിക്കലും മടുക്കൂല കേട്ടോ. അങ്ങനെ ഒന്നുണ്ട്, മടുക്കാത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും ഇല്ലേ ജന്നാത്തുൽ ഫിർദൗസിൽ തന്നെ ഒരുമിച്ച് കൂട്ടട്ടെ റബ്ബേ. ഇനിയിപ്പോൾ എന്തെല്ലാം നമ്മളെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ബുക്ക് വായിച്ചാൽ ഏകദേശം ഒരു പിടുത്തം കിട്ടും അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായി വിശദീകരിക്കുന്ന ഒരു ബുക്കാണത്. പിന്നെ മീസാനിൽ കനം തൂങ്ങുന്ന 2 ദിക്റുകളുണ്ട്, അതേതാന്ന് പറയാം. പിന്നെയുണ്ട് അപ്പോൾ അത് രണ്ടാൾക്ക് ഇതൊരു ചോദ്യത്തിന് രണ്ടാളോ, ഒന്ന് സുനീറയും ഒന്ന് വേറെ ആരോ ഉണ്ട്. ആരാണ് ഫസ്റ്റ് പറഞ്ഞാരാ? സബൂറ എവിടെ സ്ഥലം? തിരുവനന്തപുരം. നസീമ ബാലുശ്ശേരി. ഹാജറ എടനിക്കൽ. ഇനിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയും ഉണ്ട്. ഇനി ബാക്കിയുള്ളത് ഏതാണെന്നറിയോ? ഇപ്പൊ പറഞ്ഞ സമ്മാനം ഉണ്ട്, അത് മതി. അപ്പൊ ഇനി ബാക്കിയുള്ളത് ഏതാ? ഇനിയുണ്ട് 2 ദിനം. അത് കഴിഞ്ഞ അത് പറഞ്ഞല്ലോ. ഇനി ഞാൻ പറയട്ടെ, പിന്നെ ഇനി എനിക്കായിരിക്കും. അത് പറഞ്ഞാരാ? സീനത്താ? സീനത്തിന്റെ പേര് എഴുതിക്കോളി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ആരെയും പറയുന്ന മുമ്പേ വേഗം എഴുതിക്കാളി. അവര് മുഴുവനായിട്ട് പറഞ്ഞല്ലോ. നേരത്തെ വേറൊരാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു സീനത്ത്. അദ്ദേഹം മുഹമ്മദ് സബൂറ. സബൂറ അവരുടെ പേര് എഴുതിയില്ലേ? പിന്നെ വേറെ ആള് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞില്ലേ? അതാരായിരുന്നു? മുഹമ്മദ് ഞാൻ പറഞ്ഞത് സെഫിയ. പിന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയുമ്പോ സ്പീക്കർ ഓൺ ആക്കാൻ മറന്നുപോയി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അത് ഞാൻ ഫസ്റ്റ് പറയുമ്പോ അതാരാണ്? മുഹമ്മദ് എന്നുള്ള ഐഡിയിലുള്ള ആളെ പേര് പറ. സെഫിയാണ്. സെറീന. ആരാണ്? സെറീന കോഴിക്കോട്. അത് രണ്ടും ഒന്നിച്ചിട്ടുണ്ട്. ഒന്ന് എല്ലാരും വീട്ടാക്കും. ഇപ്പൊ പറഞ്ഞ സഫിയ ആര്? ഏത് സഫിയ? സഫിയ KP കോഴിക്കോട്. KP സ്ഥലം കോഴിക്കോട്. പിന്നെ മുഹമ്മദ് എന്നുള്ള ഐഡിയിലുള്ളത് സെറീന. ആ ഒരു സ്ഥലം
കോഴിക്കോട്. കൊറേ കോഴിക്കോട് അതിന് പേര് വ്യത്യാസം ഉണ്ട്, അതുകൊണ്ട് സാരമില്ല. സഫിയത്തിൻ പറഞ്ഞു തോന്നുന്നല്ലോ നമ്മളെ സഫിയ ബീഗം. ഒരു സമ്മാനം ഉണ്ട്, അതാണ് പേര് എഴുതിക്കോ. അല്ല, സഫിയൊക്കെ തന്നെ ആയിരിക്കും ഫസ്റ്റ്. കൂടുതൽ മാർക്ക് കിട്ടുന്നവർക്കല്ലേ ഫസ്റ്റ് എടുക്കാൻ പറ്റൂ. ഏതായാലും ഫസ്റ്റ് സഫിയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ 2 കാര്യങ്ങളിലാണ് സ്വർഗം നിർബന്ധമാകുന്നത്, അല്ല ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ ആളെത്തുന്നത്. അതേതാ 2 കാര്യങ്ങൾ അറിയാം? ഒക്കെ എൻ്റെ ബുക്കിൽ. അള്ളാഹുവിലുള്ള ഭയഭക്തിയും സൽസ്വഭാവം. കൊടുക്ക് മാർക്ക്. അത് ജന്നത്ത് ഫക്കാലത്ത്. സഫിയെ തന്നെ പോയിന്റ് ഫസ്റ്റിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഇനി അടുത്ത ചോദ്യം ചോദിക്കട്ടെ. അതിന്റെ തഖ്വയും സൽസ്വഭാവവും ഏറ്റവും കൂടുതൽ ആള് സ്വർഗത്ത് പ്രവേശിക്കുന്നത്. അപ്പൊ നമുക്ക് തഖ്വ എന്ന് പറയുന്നത് ഭയങ്കര സീരിയസ് ഇഷ്യൂ ആണ്. അപ്പൊ ഷിനുവിന്റെ ആർട്ട് എടുത്തു കഴിഞ്ഞാൽ അത് കേട്ട് നോക്കണം, എന്നാലേ അറിയാൻ പറ്റില്ല. അപ്പൊ അത് നമ്മൾ മാക്സിമം പാലിക്കുക. പക്ഷെ നമ്മൾ അങ്ങോട്ട് എത്തൽ കുറേ കഷ്ടമാണ്. പക്ഷെ സൽസ്വഭാവം നമുക്കൊക്കെ പ്രാക്ടിക്കല, അതായിരിക്കും ചിലപ്പോൾ കൊടുത്തത് അല്ലേ. നല്ല സ്വഭാവമാക്കി നടക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത ചോദിക്കട്ടെ, 10ാമത്താണെന്ന് തോന്നുന്നു അല്ലേ. കണ്ണുകൾ നരകം സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞ 2 വിഭാഗം ആളുകൾ ആരെല്ലാം? പിന്നെ കൊടുമാർക്ക് അവിടെ പറഞ്ഞോക്ക് വേഗം കൊടുത്ത. ആദ്യം പറഞ്ഞോക്ക് മാർക്ക് കൊടുക്ക്, അരമാർക്ക്. യുദ്ധത്തിൽ പോയിട്ട് രക്തം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഓക്കെ അവർക്ക് കൊടുക്കും മാർക്ക്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്ഥലം കാസർഗോഡ്. പറയുന്നില്ലേ? അതെ, ഞാനും പറയുന്നത് എന്നെ പേടിക്കണ്ട. മാർക്ക് എല്ലാവർക്കും വാരിക്കോരി ഇട്ട് കൊടുത്തേ. ഫസ്റ്റും കഴിഞ്ഞ് സെക്കൻഡും കഴിഞ്ഞ് ബാക്കി നമുക്ക് ഇതില് നറുക്കെടുപ്പിൽ സംഘടിപ്പിക്കാം. അന്ന് കണ്ണൂര് വരുമല്ലോ. ആരും കാണാതിരിക്കുക. അങ്ങനെങ്കിൽ നേരത്തെ അരമാർക്ക് ഉണ്ട് എനിക്ക്. അതന്നെ അസീനന്റെ ഇട്ടോ, പാവല്ലേ, നമ്മളെ പഠിപ്പിച്ച ടീച്ചറല്ലേ. നമുക്ക് നസീമ ബാലിശേനെ കിസ് ചെയ്യാൻ ഇപ്പൊ എങ്ങനെ കയ്യ? നമ്മളൊക്കെ ഓൺലൈനിലല്ലേ. അത് പിന്നെ ഒരു പ്ലാറ്റ്ഫോം ആണ്. അത് സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് ഭയങ്കര ഈസിയാ. നല്ലതാ. ഒരു ദിവസം തന്നെ കൊറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഖുറാനില്. നസീമാനെ ചേർത്തണം. ഇൻഷാ അല്ലാഹ്. എന്നെ അക്കാര്യത്തിൽ സ്പെഷ്യലിസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിക്കണം. ഇനി അടുത്ത ചോദ്യം. തളർന്ന് എന്താ ചോദ്യം പറയാത്തെ? മാസ്റ്റർ പഠിപ്പിക്കൽ ചെയ്യും. ഇനി നെക്സ്റ്റ് നീ ചോദിക്കാൻ പോണേ 11ാമത്താന്ന് തോന്നുന്നു അല്ലേ. ശുദ്ധ പ്രകൃതിയിൽ മരിച്ചു പോകാനുള്ള ദിക്ർ. നമ്മള് നല്ല മാർക്കു സഫിയൊക്കെ കൊടുക്ക്. പിന്നെ ആര് പറഞ്ഞേ? പക്ഷെ സഫിയ ആദ്യം പറഞ്ഞിരിക്കണം. അപ്പൊ സഫിയൊക്കെ ഫുൾ മാർക്ക്. അപ്പൊ രാത്രി കിടക്കുമ്പോ അത് എല്ലാരും ഇത് കേട്ടാക്കണേ. ഈ അമീൻ എന്നുള്ള ആരാണ്? സൽമ. ക്ലിയർ ആയിട്ട്
ഏതാ അത് കിസ്സിൻ്റെ ക്വസ്റ്റ്യൻ അല്ല, നിങ്ങൾ കണ്ടുപിടിച്ച് പറയണം, കിസ്സല്ല കേട്ടോ. അതായത് സ്വർഗത്തിൽ പല കാറ്റഗറൈസ് ചെയ്തിട്ട് വീട് പറയുന്നുണ്ട്. മധ്യത്തിൽ, ചരുവിൽ, മുകളിൽ, പിന്നെ അരുവി, പിന്നെ എന്താണ് ജന്നാത്തിൽ തൈരി എന്നൊക്കെ. അപ്പോൾ ഈ വീടുകൾ ഏത് ഭാഗത്തല്ല കിട്ടാൻ എന്തൊക്കെ ചെയ്യേണ്ടത് മനസ്സിലായോ? ആ അങ്ങനെ സ്വർഗത്തിൽ ഓരോ കാറ്റഗറി വീടുണ്ട്. അപ്പം നമ്മൾ സത്യവും പറഞ്ഞ് സ്വഭാവം നന്നാക്കിയാൽ ഏറ്റവും ഒത്ത നടുവിൽ ഏറ്റവും മേലെ കിട്ടും. മനസ്സിലായില്ലേ? സത്യം എന്തെന്നാലും സത്യം തന്നെ പറയാം. പിന്നെ തർക്കിക്കാനൊരു ചാൻസ് കിട്ടി നമ്മൾ ജയിക്കുമെന്ന് വന്നാൽ പോലും നമ്മൾ ഒഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിനുമുണ്ട് സ്വർഗത്തിലൊരു പ്രത്യേക സ്ഥലത്ത് വീട്. തമാശക്ക് പോലും കളവ് പറയാതെ, തമാശക്ക് പോലും കളവ്, സത്യത്തിന്റെ വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. അങ്ങനെ നിർബന്ധമായിട്ട് അല്ലേ, സത്യം പറയണമെന്ന് തോന്നിക്കഴിഞ്ഞ സ്ഥലത്ത് പറ്റൂല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നും പറയണ്ട, ചിരിച്ചാൽ മതി, പറയണ്ട. നമ്മളാരെയും അടിച്ച് പറയിപ്പിക്കുമോ? നമ്മൾ വെറുതെ അങ്ങോട്ട് കയറി പിന്നെ അറ്റാക്ക് ചെയ്ത് പറയുന്നതാണ് എല്ലാ കള്ളത്തരവും. ഞാൻ ഇത്ര സമയത്തേനും വന്നത്, അല്ലെ ഞാൻ ഇങ്ങടുത്ത് പോയി, അല്ലെ ഇങ്ങൾക്ക് ഇത്ര പൈസ കൊടുത്താന്ന് പോരാറി ആരായില്ല, ഹസ്ബൻഡായാലും ശരി. മൂപ്പരിപ്പോൾ എല്ലാ വിഷയത്തിലും ഇപ്പം നമ്മൾ പറയിക്കണം, അതിനൊന്നും ആവശ്യമില്ല. ഞാനൊന്നും പറയില്ല എന്ന് വെച്ചാൽ ആര് ചോദിച്ചാലും പറയില്ല. അങ്ങനെ അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ മനസ്സിലായി, ആരും ഇങ്ങോട്ട് ചോദിക്കുകയില്ല. പറയാൻ പറ്റാത്ത ചിലപ്പോൾ കളവ് പറയേണ്ടി വരുന്ന ഘട്ടം വരും, ഒന്നും പറയില്ല. അങ്ങനെ അപ്പോൾ നമ്മൾ വാശി പിടിച്ച് നമ്മളെ ലൈഫിൽ അപ്ലൈ ചെയ്തിപ്പോൾ നമ്മൾ ഫർള് സുന്നത്ത് എത്രയോ എടുക്കുന്നില്ലേ, എത്ര കഷ്ടപ്പാടാണ് സുന്നത്ത് നിസ്കാരം എന്ന് പറയുന്നത്. എത്ര സമയം നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, ഇപ്പോൾ അതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തില്ലേ. ഈ ഒരു സത്യം മാത്രമല്ല നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ ആരെയും പേടിക്കുന്നത്? ഭർത്താവിനെ, ഉപ്പനെ, ഉമ്മനെ, നാട്ടുകാരെ ആരെയും പേടിക്കണം, അള്ളാനെ മാത്രം പേടിച്ചാൽ.
അള്ളാനെ പേടിയില്ല. എനിക്ക് സത്യം കൂളായിട്ട് പറഞ്ഞ് പറ്റൂലെങ്കിൽ പറയണ്ട, പറയാണ്ടിരിക്കണം, അതിനുള്ള ധൈര്യം കാണിക്കണം, പറയണ്ട. അങ്ങനെ അപ്പോൾ സ്വർഗത്തിൽ ഏറ്റവും ടോപ്പും കിട്ടും, സ്വർഗത്തിലെ ഒത്ത നടുവിലും കിട്ടും, ഇതിൻ്റെ മിഡിലും കിട്ടും, ടോപ്പും കിട്ടും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അല്ലേ അങ്ങനത്തെ കാറ്റഗറി